ലുക്ക് ചെയ്യാം മിസ്റ്റർ ലൂക്ക്. പാഴാക്കാൻ ഒരു സെക്കൻഡ് സമയം പോലും ഇല്ല. ആ വീട്ടിൽ വെച്ച് തന്നെ കൊല നടന്നാൽ നമുക്ക് ഗുണം വളരെയാണ്. നമുക്ക് ക്യാഷിന്റെ കാര്യത്തിലേക്ക് കടക്കാം. 1,00,000 രൂപയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 1,00,000? ഇനി കാശിന്റെ കാര്യത്തിൽ വർത്താനം പറഞ്ഞ സമയം കളയണ്ട. അതെ അതെ, ലൂക്ക് പറഞ്ഞ സംഖ്യയ്ക്ക് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പിന്നെ അവരത്ര ചില്ലറക്കാരൊന്നും അല്ല, നല്ലൊരു കാവൽക്കാരനെ നിർത്തിയിട്ടുണ്ട്. ഞാനൊരു രാത്രി അവനായിട്ടൊന്ന് ഏറ്റുമുട്ടി. അന്ന് ഞാൻ അവനെ തട്ടിയേനെ. പിന്നെ 50,000 രൂപ അഡ്വാൻസ് ആയി കിട്ടണം. ഈ ലൂക്കിന്റെ ഒരു കാര്യം, കാശിന്റെ വിഷയത്തില് ലൂക്കിന് ക്യാഷിന്റെ കാര്യത്തിൽ യാതൊരു മയവുമില്ല. അത് ഇവൾക്കറിയാം. അതെന്തെങ്കിലും ആട്ടെ. 9 മണിയോടെ താൻ അവിടെ എത്തുന്നു. കൃത്യം 9:30 സംഭവം നടക്കുന്നു. കൃത്യം 9:30 ഞാൻ പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസിന് എന്ത് വിവരം? ആ പയ്യന്മാർ ആ പെണ്ണിനെ കൊന്നു എന്നുള്ളത്. പോലീസ് എത്തുന്നു, അവന്മാരെ അറസ്റ്റ് ചെയ്യുന്നു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇത് തന്നെ ആയിരിക്കും അയാള് പറഞ്ഞ വീട്. ഈശ്വര, എന്റെ അച്ഛൻ. താങ്ക് യു ഡാർലിംഗ്. നമസ്കാരം. ആരാ? വല്ല പിരിവിനോ മറ്റാണെങ്കിൽ ഇവിടുന്നൊന്നും പ്രതീക്ഷിക്കണ്ട. അയ്യോ അല്ല, ഇനി ഈ ഭൂമുഖത്ത് ചുറ്റാനൊരിടമില്ല. ലക്ഷണപ്രകാരം അന്വേഷിച്ചപ്പോ എന്റെ മകനാണെന്ന് കരുതാവുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. മകനോ? അതെ, ആയില്ലഞ്ചേരി കോവിലത്തെ തമ്പുരാനാ. നാട് മുഴുവൻ സ്വന്തം. ആനയും അമ്പാരിയും പരിചാരകന്മാര് തന്നെ 100 കണക്കിന്. പക്ഷേ ഇദ്ദേഹം ഒന്ന് പുത്രദുഃഖത്താൽ തപിക്ക. എന്റെ മകൻ എവിടെ? ഒന്ന് വേഗം പറയാ. ഹി ലുക്സ് ലൈക്ക് യു. മനസ്സിലായില്ല. അല്ല, നിങ്ങളെ പോലെ ഇരിക്കുന്ന. അതെ അതെ അതെ, ഇത്രയും വലിയ തറവാട്ടിലെ കുട്ടിയാണെന്ന് കണ്ടപ്പോ തോന്നിയതേയില്ല. അപ്പോ ആള് ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പല്ലേ? നോ പ്രോബ്ലം. ഹി ഈസ് സ്റ്റേയിങ് അപ്സ്റ്റേഴ്സ്. ഐ വിൽ ഷോ യു. ഞാൻ കാണിച്ചു തരാം. കം ഓൺ. ഞാൻ പറഞ്ഞില്ലേ, ഒടുവിൽ ദൈവം നമ്മളെ രക്ഷിച്ചു. ഇതുവരെ അയാള് ഒറ്റയ്ക്ക് എവിടെയും താമസിച്ചിട്ടില്ല. ഇവിടെ എങ്ങനെ കഴിയുന്നു ആവോ? ഇവിടെ പുള്ളിക്കാരന് ഒരു കുറവുമില്ല. പിന്നെ ജോലിയെല്ലാം ചെയ്യാൻ ആ കർമ്മൻ വേലക്കാരുണ്ടല്ലോ, കടുക്കനക്കിട്ട് ആ ബ്ലഡി ഇഡിയറ്റ്. നീ ആ എംആർസിന്റെ മകളല്ലേ സിറ്റി ടൈഗേഴ്സ് കൊണ്ടുപോയാ? അതെ. നീ എങ്ങനെ ഇവിടെ വന്നു? കുഞ്ഞുകൂട്ടനെവിടെ? കുഞ്ഞുകൂട്ടനെവിടെയല്ല. ചെറിയ കല്യാണം കഴിച്ചോ? കരുതാക്ക് വളയ്ക്കാണോ? സന്ദർഭം നോക്കാതെ വെട്ടിത്തര എഴുന്നള്ളിക്കല്ലേ ചെറിയാവുന്നവരെ. കുഞ്ഞൂട്ടാ, ആരാ നീയെ? കുഞ്ഞൂട്ടനെവിടെ? തമ്പുരാനെ, കുഞ്ഞൂട്ടാ, കുഞ്ഞുകൂട്ടനെവിടെ? കീപ് സൈലൻസ് പ്ലീസ്. മലയാളത്തിൽ പറയൂ, കൊല്ലും ഞാൻ തന്നെ. കുഞ്ഞൂട്ടനെവിടെ? എന്തൊക്കെയാ ഈശ്വര ഞാൻ കേൾക്കുന്നത്? ആ മാറാച്ചക്കനാ ഇതൊക്കെ കാരണക്കാരൻ. ഏതാ ഒറ്റിയാൻ? അവിടെ വെക്കാൻ, അവിടെ വെക്കാൻ, അവിടെ ആശ ആരോ കൊണ്ടുപോകുന്നു. അയ്യോ, എംആർസിയുടെ ആളുകളായിരിക്കും. അവിടെ എങ്ങനെയും രക്ഷിക്കണം. എങ്ങനെ? വാ, വാനെടുക്കാം. എവിടെയാണ് കൊലപാതകം നടന്നത്? Where is the dead body? ശവം എവിടെ? ഒന്നില്ല, അർദ്ധപ്പാടിനാക്കിട്ട് പോയി. അല്ല, ആ പെൺകുട്ടിയെ പിടിച്ചോണ്ട് പോയി. പെൺകുട്ടി എവിടെ? തട്ടിക്കൊണ്ട് പോയി. തട്ടിക്കൊണ്ടുപോകാൻ അറിയോ? അറിയാം, ഒരു കറുപ്പ് കാറിലാ കൊണ്ടുപോയത്. കറുത്ത കാറില്. കറുപ്പ് കാർ. Come on, chase the കറുപ്പ് കാർ. Hurry up, hurry up. Come on. Come on. ഇവിടുത്തെ ഫേമസ് അഡ്വക്കേറ്റ്സ് ആരാ? അത് പിന്നെ ആർക്കാ അറിയാത്തത്? നമ്പ്യാരെ. ഏകദേശം 1 കോടി രൂപയുടെ സ്വത്തുക്കൾ എഴുതി വാങ്ങിക്കാൻ എത്ര രൂപയുടെ മുദ്രപത്രം വേണ്ടി വരും?
അത് കുറെ വേണ്ടി വരും. എനിക്ക് വ്യക്തമായിട്ടറിയില്ല. സബ് രജിസ്ട്രാർ ഓഫീസിൽ അന്വേഷിച്ചാൽ അറിയാം. ഇത് മതിയാവോ? എടാ മുദ്രപത്രം നിക്കാൻ സാമുദ്രോഹി അല്ല, കാശ് എന്നേച്ച് പോടാ പരമദ്രോഹി. അയ്യോ ചതിച്ചല്ലോ. നിർത്ത്. ചേട്ടാ ഒരു കറുത്ത കാർ അവനാ എന്റെ മുദ്രപത്രം കാശ് അടിച്ചോണ്ട് പോയത്. കാർ എങ്ങോട്ടാണ് പോയത്? അഡ്വക്കേറ്റ് നമ്പ്യാരത്തേക്ക് പോകുന്നാ പറഞ്ഞത്. അഡ്വക്കേറ്റ് നമ്പ്യാരൻ. അയ്യോ എന്നെ കൂടെ കൊണ്ടുപോകും. ഞാനും പറയാ. മിസ്റ്റർ MRC, യെസ്. ഐ എം ക്രിസ്റ്റഫർ ലൂക്ക്. തട്ടിയോ? ഇല്ല, തട്ടുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയണമായിരുന്നു. കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു ഉറപ്പിച്ചതല്ലേ? അതെ, പക്ഷെ ചെറിയൊരു മാറ്റം. കുട്ടിയെ ജീവനോടെയോ ശവമായിട്ടോ നിങ്ങളുടെ കയ്യിൽ കിട്ടണമെങ്കിൽ എനിക്ക് 50 ലക്ഷം രൂപ തരണം. താൻ കളി പറയാണോ? കളി പറയേണ്ട നേരത്തെ ഞാൻ കളി പറയൂ. ഇത് കച്ചവടമല്ലേ? എടാ ലൂക്കേ, നീ ഇവിടുന്ന് പോയപ്പോ പറഞ്ഞല്ലോടാ ഇപ്പൊ പറയുന്നത്. നാഴേക്ക് 40 വട്ടം വാക്ക് മാറ്റാടാ. കൂടുതൽ സംസാരിക്കണമെന്നില്ല. 1 കോടി രൂപയുടെ സ്വത്ത് കിട്ടുന്ന കാര്യമല്ലേ? അതിൽ പകുതിയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. എന്നാ നീ അവളെ കൊല്ലടാ. MRC, അളിയോ, മത്തായി നല്ലപ്പോഴല്ല ആടിനെ കറക്കുന്നത്. താനൊരു നാറിയാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. മുദ്രപത്രം വാങ്ങി വെച്ചിട്ടാ ഞാൻ സംസാരിക്കുന്നത്. അവളുടെ സകല സ്വത്തുക്കളും ഞാൻ എന്റെ പേരിൽ എഴുതി വാങ്ങിക്കും. താൻ മൊട്ടയടിച്ച് വല്ല ബസ് സ്റ്റോപ്പിന്റെ മുന്നിൽ പോയിരിക്കെ പിച്ച തണ്ടി ജീവിക്കാം. എടാ പന്നി, ഞാൻ നിന്റെ പെങ്ങളെ കൊല്ലും. എങ്കിൽ പിന്നെ സൗകര്യമായി. ശേഷം കാലം സെൻട്രൽ ജയിലിലെ ശാപ്പാടും അടിച്ച് ചൊറിയും കുത്തിയിരിക്കാം. അളിയോ, തനിക്ക് ഈ ലൂക്കിനെ ശരിക്കറിയില്ല. ഹലോ ഹലോ, എന്താ? എങ്ങോട്ടാ? ചെറ്റ്, നിന്നെയും കൊല്ലും നിന്റെ മറ്റവനെയും കൊല്ലും. അതിനു മുമ്പ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് നിനക്ക് നല്ലത്. എക്സ്ക്യൂസ് മീ അഡ്വക്കേറ്റ്സ്. യെസ്, നമ്പ്യാർ. അതെ അതെ. ഹലോ, ഇരിക്കൂ. ഇരിക്കാനൊന്നും ടൈമില്ല. എനിക്കൊരു പെൺകുട്ടി കുറെ സ്വത്തുക്കൾ എഴുതി തരാമെന്ന് പറഞ്ഞു. അതിന്റെ ഒരു പേപ്പർ ശരിയാക്കാനാ. ഇതിൽ അവളെ കൊണ്ട് ഒപ്പിടിക്കണം. ഇടിവിക്കാം. പെൺകുട്ടി എവിടെ? പെൺകുട്ടി കാറിലുണ്ട്, വിളിക്കാം. ആദ്യം നിങ്ങൾ പേപ്പർ ശരിയാക്കണം. ആദ്യം ഞങ്ങൾ പെൺകുട്ടി ഒന്ന് കാണട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. കമോൺ ക്യൂക്ക്. താങ്ക് യു. കോട്ട് പിന്നെ തരാട്ടോ. കർത്താവേ, എന്റെ കാറ്. പെൺകുട്ടി എവിടെ? പെൺകുട്ടി ആ കാറിലുണ്ടായിരുന്നു. അതിനിപ്പോ കാർ എവിടെ? ആ MRC എങ്ങാണ് കൊണ്ടുപോയി കാണും. ഏത് MRC? അറിഞ്ഞൂടാ, നമ്മുടെ MRC. ഇനിയിപ്പോ നമ്മൾ നോക്കി എന്നിട്ട് കാര്യമില്ല. അതിനിപ്പോ എങ്ങനെ അങ്ങോട്ട് പോവാ? കാര്യമില്ലേ? വാ, ഞങ്ങളുടെ വണ്ടിയോടെ കേറിക്കോ. വാ. ചാടിക്കോ. Come on, get in, fast. ആ കാറാ കൊണ്ടുപോയ chase ചെയ്യണോ? അറിയാം. Come on. 265 എന്റെ പുറകെ വരണ്ട. ബൈപ്പാസിലൂടെ chase ചെയ്യ്. Over. Fast. Speed up. നീല ജീപ്പ് എന്റെ പുറകെ വരണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ബൈപ്പാസിലൂടെ ചേസ് ചെയ്യൂ. ആരാ ഇവൻ? ഓവർ. Fire the tractor. അയ്യോ ചെട്ടിയാര്, എന്തു പറ്റി? ഞങ്ങളിപ്പോ വാദിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേസിൽ എതിർഭാഗം വക്കീലിന്റെ ആൾക്കാരാ ഉപദ്രവിക്കുന്നുള്ളത് ഉറപ്പാ. ഇവരെ ശരിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനും പെൺകുട്ടിയെ വീണ്ടെടുക്കാനും പറ്റൂ. Don't worry, I'll deal it out. പുടിങ്ങടാ அந்த ஃப்ராட் ராமேந்திரനെ. ராம தூக்கறா. മാറിക്കടാ, ഞാൻ കവനാ വേണ്ടത്.
எங்க போங்க டேய் കേറ് കേറ് ഓ കാലക്ക് കൈയോട് കം ലെറ്റ്സ് ഗോ ഓക്കേ ഇടിച്ചൊതുക്കടാ. അയ്യോ ഇവന്മാരാണോ? ഇനി ഒന്നും നോക്കാനില്ല ലൂക്കെ, അടിച്ച് നിരപ്പാക്കി വിട്ടരുത്. ഏറ്റു അയ്യോ പെണ്ണുങ്ങളവന്മാര് പോയി. അവന്മാരെന്നെ പറ്റിച്ചു. ആ ഇവന്മാരാണ് എല്ലാരെയും പറ്റിക്കണത്. Come on, let us follow. ഒന്ന് വേഗം ചവിട്ടി വിടണ. ഇതിന് ഇത്ര സ്പീഡേ ഉള്ളൂ. ഒരു കർത്താവേ, ആ പെണ്ണിനെ കൊണ്ട് അവന്മാർ രക്ഷപ്പെടും. ആ പെണ്ണിനെ നിങ്ങൾക്ക് എവിടെ കിട്ടി? എന്റെ കാർ അവിടെ. MRC പെണ്ണിനെ കൊണ്ട് ഒരു കറുത്ത കാറിൽ പോകുന്ന കണ്ടു. ഞങ്ങൾ കാർ തടഞ്ഞു, രണ്ടും കൽപ്പിച്ച് പൊരുതി പെണ്ണിനെ ഞങ്ങൾ വീണ്ടെടുത്തു. ഓഹോ, അപ്പൊ അവനും ഇറങ്ങിയിട്ടുണ്ട്. ആ വക്കീലന്മാര് അവന്മാർ MRCയുടെ ആളുകളാണോ? അയ്യോ അവന്മാര് ഭയങ്കരന്മാര്, പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സ്, സിറ്റി ടൈഗേഴ്സ്. സിറ്റി ടൈഗേഴ്സ്. ഒരുത്തനും എനിക്ക് പ്രശ്നമല്ല. വണ്ടി വേഗം